അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 10 വർഷം കൊണ്ട് ഒറ്റ സ്കൂളിന് ഇടതുപക്ഷ മുന്നണി NOC കൊടുത്തിട്ടില്ല. അതാണ് KM ഷാജി ഖത്തറിൽ പോയി പറഞ്ഞത്. 9 വർഷം കൊണ്ട് നമ്മുടെ സമുദായമല്ല, ആ സമുദായത്തിലെ ഷാജിക്കൊക്കെ പണം കൊടുക്കുന്ന മുതലാളിമാര്, കച്ചവടക്കാര്, ആ സമ്പന്ന വിഭാഗത്തിന് താല്പര്യം സംരക്ഷിക്കാനാണ് ഭരണം തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നത്. അവരിഷ്ടം പോലെ പണം മുടക്കി. ഇത് അമേരിക്കൻ സ്റ്റേറ്റ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ മാർക്കോ റൂബിയ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് വന്നിരിക്കുന്ന ഏറ്റവും ഭീകരനായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും ഇസ്ലാമോഫോബിക്കുമായിട്ടുള്ള ആളാണ് ആര്? മാർക്കോ റൂബിയ. ആ മാർക്കോ റൂബിയുടെ അജണ്ട കൂടിയാണെന്ത്? ഇറാനെതിരായിട്ടുള്ള യുദ്ധം, ക്യൂബക്കെതിരായിട്ട് തീഷ്ണമായിക്കൊണ്ടിരിക്കുന്ന ഉപരോധം. ആ മാർക്കോ റൂബിയ നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിലീജിയസ് ഫ്രീഡം ആൻഡ് ഇന്റർഫെയ്ത്ത് ഡയലോഗ് പ്രോഗ്രാമിൽ ഇവിടുത്തെ ലീഗിലെ ജമായത്ത് മൗദൂദിസ്റ്റ് ധാരയിൽപ്പെട്ട നേതാക്കൾക്ക് യാതൊരു മടിയില്ലാതെ പോകാനും അത് അഭിമാനപൂർവ്വം ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരാളൊന്നുമല്ല. ഞാൻ അമേരിക്കയുടെ റിലീജിയസ് ഫ്രീഡം മീറ്റിലൊക്കെ പങ്കെടുത്ത ആളാണ്. ആരായിരുന്നു അതിൻ്റെ മുഖ്യ സ്പോൺസർ? ബാബാ രാംദേവ്, സംഘപരിവാറിന്റെ കോർപ്പറേറ്റ് മുഖം. ഒരു യോഗവിദ്വാൻ എന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ ടെലിവിഷനൊക്കെ കണ്ടത്. പക്ഷെ അദ്ദേഹം സംഘപരിവാറിന്റെ ഒരു കോർപ്പറേറ്റ് മുഖമാണ്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതാരാ? തങ്ങളുടെ സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലീഗിന്റെ അധ്യക്ഷനാ. ഈ പോസ്റ്റർ ഉണ്ടാക്കിയ കൃത്യമായിട്ട് ഇപ്പം അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഷെരീഫ് സാഗർ എന്ന് പറഞ്ഞ ഈ ചന്ദ്രികയിലെ ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പണിയെടുക്കുന്ന ആളാണ്. അത് വലിയ രീതിയിൽ ഷെയർ ചെയ്ത ആരാണ്? ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച ആൾക്കാരൊന്നും നിസ്സാരന്മാരല്ല. അയാൾ ദാവൂദിന്റെ വെറും സഹോദരൻ മാത്രമല്ല. മൂസ എന്ന് പറയുന്നത് ദാവൂദിന്റെ സഹോദരനായിട്ട് പരിമിതപ്പെടുത്തേണ്ട ഒരാളല്ല. അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നവരെ ഷൂറാംഗമാണെന്നാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം പോലെയാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കണം. അത് അയാളുടേതായ ഒരു മനോരോഗ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അയാളുടെ ഭാഗത്തുണ്ടാകുന്നത്. ആ പ്രതികരണം ഏറ്റവും ശക്തമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട്. സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നു. മുതലാളിത്തത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്നു. അത് സ്കൂളുകളിലാവാം, ആശുപത്രികളാവാം. ഏറ്റവും നല്ല ആശുപത്രികൾ നമുക്ക് ഈ 10 വർഷത്തിനുള്ളിൽ കാണാൻ സാധിച്ചു. സ്കൂളുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ. ആളുകൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിലേക്കൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നു. ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു. ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കാരണം. അതിനെ അതിനെതിരെയായിട്ട് അമേരിക്കയുടെ ഫണ്ടിങ് ഉണ്ട് എന്നുള്ളത് ഗോവിന്ദ മാഷൊക്കെ പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള തെളിവുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാനും സാധിച്ചു. അതൊന്ന് വിശദീകരിക്കാൻ സാധിക്കും? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ്, വിപണിയാണ് വിദ്യാഭ്യാസവും ആരോഗ്യ ചികിത്സയും വിദ്യാഭ്യാസവും. ഈ മേഖലയിൽ വലിയ പണനിക്ഷേപം മുടക്കിയിരിക്കുന്ന മുതലാളിമാരുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നടത്തുന്ന ആളുകൾ. കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ ഫഹീം സൂചിപ്പിച്ചതുപോലെ സർക്കാർ ആശുപത്രികളിൽ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായി. ഒരു നയാപൈസ ചെലവില്ലാതെ ഏറ്റവും ചെലവ് കൂടിയ കിഡ്നി, ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ഇത് നമ്മുടെ ബേബി ഹോസ്പിറ്റലിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, മിംസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, മൈത്രയെ പ്രതിസന്ധിയിട്ടുണ്ട്, അവിടെ കിംസ് ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, ഇതിനെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ അവർ ചെയ്ത എന്താണ്? ആ ആശുപത്രികളെല്ലാം ഇപ്പോൾ അമേരിക്കൻ കുത്തകൾ ഏറ്റെടുക്കുക. 2600 കോടി രൂപയുടെ ഓഹരിയാണ് നമ്മുടെ ബേബി ഹോസ്പിറ്റൽ ശൃംഖലയിൽ നിന്ന് അമേരിക്കൻ കുത്തകയായിട്ടുള്ള കോൺഗ്രസിന് ഇലക്ഷൻ ഫണ്ട് ചെയ്തു എന്നുള്ള തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ആ ഫണ്ട് വാങ്ങിച്ച വഴികളൊക്കെ നമ്മൾ ഭാവിയിൽ അറിയേണ്ട കാര്യമാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കുത്തകളായിരിക്കുന്ന KKR ഗ്രൂപ്പ്, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, ഇവരെല്ലാം. അതുമാത്രമല്ല, ആരോഗ്യരംഗത്ത് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ സ്വകാര്യ ആശുപത്രി സമയത്തെ വളർത്താൻ കഴിയുന്ന രീതിയിൽ വലിയ ഇൻഷുറൻസ് കമ്പനികൾ ജർമ്മനിയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ വരിക. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീമാണ് ചികിത്സ. ഈ 25 ലക്ഷം രൂപയുടെ പ്രീമിയം ഇവിടുത്തെ സർക്കാരിന് അടക്കാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ അടക്കണം ഒരു വർഷത്തിൽ.
20,000 രൂപ വെച്ച് 85,000 കുടുംബങ്ങൾക്ക് 85 ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചാൽ എത്ര വരും? ഇതടക്കം കേരളത്തിൻ്റെ ആരോഗ്യ ബജറ്റ് ആകെ കൂട്ടിയാൽ നടക്കുമോ? അതിൻ്റെ ഫലം എന്താണ്? ആരോഗ്യ ഇൻഷുറൻസിൻ്റെ മറവിൽ ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ, താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, അതിന് കീഴെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് ഒരുവിധ അസുഖങ്ങൾക്കെല്ലാം ജനങ്ങൾക്ക് നല്ല രീതിയിൽ സൗജന്യമായ ചികിത്സ കിട്ടുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗവൺമെൻറ്. അതിനെ ആകെ പൊളിക്കും. അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 10 വർഷം കൊണ്ട് ഒറ്റ സ്കൂളിന് ഇടതുപക്ഷ മുന്നണി NOC കൊടുത്തിട്ടില്ല. അതാണ് KM ഷാജി ഖത്തറിൽ പോയി പറഞ്ഞത്. 9 വർഷം കൊണ്ട് നമ്മുടെ സമുദായമല്ല, ആ സമുദായത്തിലെ ഷാജിക്കൊക്കെ പണം കൊടുക്കുന്ന മുതലാളിമാർ, കച്ചവടക്കാർ, ആ സമ്പന്ന വിഭാഗത്തിന് താല്പര്യം സംരക്ഷിക്കാനാണ് ഭരണം തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നത്. അവരിഷ്ടം പോലെ പണം മുടക്കിയിട്ടുണ്ട്. അതിലപ്പുറത്ത് ഫഹീം ചോദിച്ച ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര അജണ്ട ഉണ്ട്. എന്താ ആ പ്രത്യയശാസ്ത്ര അജണ്ട? ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസത്തെയും ഇടതുപക്ഷത്തെയും മതനിരപേക്ഷ ദേശീയ ശക്തികളെയും ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള, അസ്ഥിരീകരിക്കാനുള്ള നിരവധി പ്രൊജക്റ്റുകളും ഫൗണ്ടേഷനുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീജിയസ് ഫ്രീഡം ആൻഡ് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് പ്രോഗ്രാം. ഇത് അമേരിക്കൻ സ്റ്റേറ്റ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ മാർക്കോ റൂബിയ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്ത് വന്നിരിക്കുന്ന ഏറ്റവും ഭീകരനായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും ഇസ്ലാമഫോബിക്കുമായിട്ടുള്ള ആളാണ് ആര്? മാർക്കോ റൂബിയ. ആ മാർക്കോ റൂബിയയുടെ അജണ്ട കൂടിയാണെന്ത്? ഇറാനെതിരായിട്ടുള്ള യുദ്ധം, ക്യൂബക്കെതിരായിട്ട് തീക്ഷ്ണമായിക്കൊണ്ടിരിക്കുന്ന ഉപരോധം. ആ മാർക്കോ റൂബിയ നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിലീജിയസ് ഫ്രീഡം ആൻഡ് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് പ്രോഗ്രാമിൽ ഇവിടുത്തെ ലീഗിലെ ജമായത്ത് മൗദൂദിസ്റ്റ് ധാരയിൽപ്പെട്ട നേതാക്കൾക്ക് യാതൊരു മടിയില്ലാതെ പോകാനും അത് അഭിമാനപൂർവ്വം ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരാളൊന്നുമല്ല. ഞാൻ അമേരിക്കയുടെ റിലീജിയസ് ഫ്രീഡം മീറ്റിലൊക്കെ പങ്കെടുത്ത ആളാണ്. ആരായത് സംഘടിപ്പിക്കുന്നത്? ലോകത്തെമ്പാടുമുള്ള മതനിരപേക്ഷ ജനാധിപത്യ സാമൂഹ്യ ഘടനകളെ അസ്ഥിരീകരിക്കാനുള്ള സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര പരിപാടിയാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ സെമിനാറുകൾ, മിനിസ്റ്റീരിയൽ ടു അഡ്വാൻസ് റിലീജിയസ് ഫ്രീഡം പ്രോഗ്രാം. മത സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മതപ്രോക്ത സാമ്രാജ്യത്വ അനുകൂല അസ്ഥിരീകരണ പ്രസ്ഥാനങ്ങളെ ലോകത്തെല്ലായിടത്തും വളർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിനെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്രമാക്കാമെന്ന പരീക്ഷണമാണ് നടന്നത്. നമ്മുടെ പാകിസ്ഥാൻ്റെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ നടന്നുപോയിരുന്ന മദ്രസകളെല്ലാം പൊളിച്ചു മാറ്റി. എന്നിട്ട് അവിടെ മദ്രസകളൊക്കെ, മതപാഠശാലകളൊക്കെ എന്താണ്, വലിയ ബഹുനില കെട്ടിടങ്ങളായി മാറി. അപ്പോൾ അവിടെ പലരും ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ ഡോൺ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ ദരിദ്ര രാജ്യത്ത് ഇത്രയും പണം ചെലവിട്ട് ഇങ്ങനെ മതപാഠശാലകൾ ഉണ്ടാക്കണം, ബഹുനില കെട്ടിടങ്ങൾ, ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് എന്താ പാകിസ്ഥാൻ ഭരണാധികാരികൾ പറഞ്ഞത്? ഇത് നല്ല മതവിദ്യാഭ്യാസം കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്, അവർ നല്ല ധാർമ്മിക ബോധമുള്ള ആൾക്കാരായി വളരണം. പക്ഷേ എന്താ സംബന്ധിച്ച് പാകിസ്ഥാനിലെ കുട്ടികൾക്കാണോ വിദ്യാഭ്യാസം കൊടുത്തത്? 35ഓളം രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ അമേരിക്ക ഉണ്ടാക്കിയ ജിഹാദിസം, ഖുറാൻ്റെ ജിഹാദിസം അല്ല കേട്ടോ. ഖുറാൻ്റെ ജിഹാദിസം എന്ന് പറയുന്നത് എല്ലാ തിന്മകൾക്കുമെതിരായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആത്മീയതയുടെ ഒരു നവീകരണമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇവിടെ എന്തിനെതിരായിട്ടാണ് വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കോട്ട് ചെയ്ത് വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഈ കാസ്പിയൻ തീരത്തെ അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മിലിറ്റൻറ്റുകളെ, അങ്ങനെയാണ് മുജാഹിദീൻ മിലിറ്ററി ഉണ്ടാവുന്നത്. അവരാണ് അവിടെ പോയി യുദ്ധം ചെയ്ത് അവർക്ക് നേതൃത്വം കൊടുക്കാനാണ്. അന്ന് റിയാദിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്നത്തെ സൗദി ഗവൺമെൻറ്റിലെ പൊതുമരാമത്ത് മന്ത്രിയുടെ മകനാണ്. സൗദിയിലെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണ് ഒസാമ ബിൻ ലാദൻ്റെ ഫാദർ. ഒസാമ അപ്പോൾ എന്താണ് അവിടെ കിങ് ഫസൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. അയാൾ എൻജിനീയറിംഗ്, സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ എൻജിനീയറിങ്ങിൽ, നഗരനിർമ്മാണം ഉൾപ്പെടെയുള്ള സ്ട്രക്ചർ എൻജിനീയറിങ്ങിൽ PGക്ക് സ്പെഷ്യലൈസ് സ്റ്റഡി നടത്തുക.
ആ സമയത്താണ് അദ്ദേഹത്തെ അന്നത്തെ CIA തലവനായിരുന്ന വില്യം കാസി നേരിട്ട് പോയി റിയാദിൽ ചെന്ന് ഇദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലെ എങ്ങനെയാണ് അസ്ഥിരീകരണം, എങ്ങനെയാണ് വിധ്വംസക ശക്തികളെ അമേരിക്ക വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഉദാഹരണമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ചില പ്രോഗ്രാമുകളിൽ ഇവിടുത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി പിൻബലമുള്ള ചില ആളുകൾ പങ്കെടുക്കുന്നു എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അതൊരു ഡീസ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമാണ്. പാട്രിക് ഡാനിയൽ മൊയ്നിഖാൻ തൻ്റെ ദ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിൽ വിമോചന സമരത്തിന് പണമൊഴുക്കിയ CIA ഡോളർ ഒഴുക്കിയ കഥ പറഞ്ഞപ്പോഴേ നമ്മൾ അറിഞ്ഞുള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരീകരിക്കാനുമുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് പിറകിൽ കൃത്യമായ അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. ലോകത്തെല്ലായിടത്തുനിന്ന് പോലെ കേരളം എല്ലാ കാലത്തും CIA ഒരു ടാർഗറ്റ് ഏരിയ. 57 ഗവൺമെൻറ് അട്ടിമറിച്ചതിന് ശേഷം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ എല്ലാ കാലത്തും CIA എന്താണ് അവരുടെ ഒരു ടാർഗറ്റ് ഏരിയയാണ്. അതിന് രണ്ട് തരത്തിൽ അതിൻ്റെ പ്രവർത്തനം വന്നു. ഒന്ന് റിലീജിയസ് പുനരുദ്ധാനത്തിൻ്റെ റിവൈവലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിനകത്ത് യാഗങ്ങൾ, യജ്ഞങ്ങൾ ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത്. അത് ഹിന്ദു ആത്മീയ നേതാക്കളെ വെച്ചിട്ടാണ്. അതിനുവേണ്ടി ഫൗണ്ടേഷനുകളുണ്ട് ഇവിടെ. എർക്കര ഫൗണ്ടേഷൻ, ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇങ്ങനെയുള്ള സംഘടനകളുണ്ട് ഇവിടെ. ഈ കോഴിക്കോട്ട് അതിരാത്ര സംഘടിപ്പിച്ചില്ലേ? നമ്മുടെയൊക്കെ നേരത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്ന രാജേഷാണ് അതിൻ്റെ മുഖ്യ സംഘാടകൻ. കശ്യപ ഫൗണ്ടേഷൻ്റെ പേരിലാണ്. ആ കശ്യപ ഫൗണ്ടേഷൻ ഇവിടുത്തെ ബ്രാഹ്മണിക്കരായ വൈദിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രാകൃതവും അങ്ങേയറ്റം മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ യാഗങ്ങളെന്നൊക്കെ പറയുന്നത്. തൻ്റെ വേദാന്ത നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമികൾ കുട്ടികളെ കുരുതി കൊടുക്കുന്ന, ബലി കൊടുക്കുന്ന നരഹത്യയായിട്ടാണ് യാഗങ്ങളെ വിശേഷിപ്പിച്ചത്. യാഗങ്ങൾ എത്ര അശ്ലീലകരവും എത്ര നിർമാനുഷികവുമാണെന്ന കാര്യം ചട്ടമ്പി സ്വാമികളുടെ വേദാന്ത നിരൂപണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ യാഗങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ഇവിടെ ഇത് സംഘടിപ്പിച്ചപ്പോൾ ആരായിരുന്നു അതിൻ്റെ മുഖ്യ സ്പോൺസർ? രാംദേവ്, ബാബാ രാംദേവ്, സംഘപരിവാറിൻ്റെ കോർപ്പറേറ്റ് മുഖം. ഒരു യോഗവിദ്വാൻ എന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ ടെലിവിഷനൊക്കെ കണ്ടത്. പക്ഷേ അദ്ദേഹം സംഘപരിവാറിൻ്റെ ഒരു കോർപ്പറേറ്റ് മുഖമാണ്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതാരാ? തങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലീഗിൻ്റെ അധ്യക്ഷനാണ്. അപ്പം എന്താണ്, ഒരു ഭാഗത്ത് ഹിന്ദുത്വം, പ്രാചീന സംസ്കൃതിയിലെ യാഗങ്ങൾ പോലുള്ള അശ്ലീലകരമായ ആചാരങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. ശബരിമലക്ക് പിന്നെ ഈ ഇവിടെ യുവതികളെ തടയാൻ പോകുന്ന ആൾക്കാർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്ന ആളുകൾ മാത്രമല്ല ലീഗുകാർ. അങ്ങനെ ആർത്തവലകളക്കാർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ. ബാബാ രാംദേവിനെ പോലുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ കോർപ്പറേറ്റ് ഭീകരമുഖങ്ങളെ ആശ്രയിക്കുന്നവരാണ്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എവിടെ നിന്നാണ് എർക്കര ഫൗണ്ടേഷന്, ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്തിന് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനുള്ള ഫണ്ട് കിട്ടുന്നത്? ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയാണ്. അവിടെയുള്ള ഈ CIA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷനുകൾ അവരാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ അവരുടെ റിപ്പോർട്ട് 2025 റിപ്പോർട്ട് പറഞ്ഞതാണ്, പശ്ചിമേഷ്യക്കകത്ത് മധ്യമപൂർവ്വദേശത്ത് ഇറാനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കി അമേരിക്കയുടെ അധിനിവേശം ഉറപ്പുവരുത്തണമെന്ന്. ആ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ ഒരു പ്രൊജക്റ്റ് അതെങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്ത്? ഇറാനിലെ ഖൊമേനി ഭരണകൂടത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉള്ള പ്രക്ഷോഭകരെ ശക്തിപ്പെടുത്തുക, എന്നിട്ട് അവിടെ അസ്ഥിരീകരണം ഉണ്ടാക്കുക. കേരളത്തെ പിണറായി വിജയൻ സർക്കാരിനെ 10 വർഷക്കാലമായി കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ ഭീഷണി ഉയർത്തിയ ഒരു സർക്കാരിനെ അസ്ഥിരീകരിക്കാനുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ, ഇടതുപക്ഷക്കാർ, മറുഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ പോലീസുകാരടി പോലെ എന്ന് പറയും. അതുപോലെ എന്താണ്, ഇപ്പുറത്തുനിന്നും അടി കിട്ടും, അപ്പുറത്ത് നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങ്
ഇല്ലാതാക്കി കളയാം എന്നുള്ള കൃത്യമായ ഒരു സാമ്രാജ്യത്വ അജണ്ട ഇവിടുത്തെ വലതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ CPM-നെതിരായിട്ടുള്ള നീക്കങ്ങൾക്കെതിരായിട്ടുണ്ട്. ഇപ്പം സഖാവ് സ്വരാജിൻ്റെ പേരിൽ എന്താണ് ഒരു ഫേക്ക് പോസ്റ്റർ ഉണ്ടാക്കുക. അത് ദേശാഭിമാനി പത്രത്തിൻ്റെ പേരിൽ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്നത് കടുത്ത വിദ്വേഷ പ്രചാരനാണ്. ശശികല ടീച്ചർ, പ്രതീഷ് വിശ്വനാഥൻ എന്നൊക്കെ പറയുന്നത് ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആ കടുത്ത വിദ്വേഷ പ്രചാരകനായ മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തുന്ന പ്രതീഷ് വിശ്വനാഥൻ തന്നെ വന്ന് കണ്ടതിൽ അസ്വാഭാവികതയൊന്നുമില്ല. അത് വ്യക്തിപരമായ സൗഹൃദം. അതിൻ്റെ അർത്ഥം എന്താണ്? കടുത്ത വിദ്വേഷ പ്രചാരകരായ RSSകാരുമായിട്ട് സ്വരാജിന് വ്യക്തിപരമായ ബന്ധമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കടുത്ത വിദ്വേഷ പ്രചാരകനും മുസ്ലിം കൂട്ടക്കൊലക്ക് വേണ്ടി ഫണ്ട് ഒഴുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സന്യാസി ബാബാ രാംദേവ്, അദ്ദേഹത്തെ കണ്ട് ആലിംഗനം ചെയ്യുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ദേശാഭിമാനി പത്രത്തിൻ്റെ പേരിൽ അതിനെ ടാഗ് ഉപയോഗിച്ച് പോസ്റ്റർ ഉണ്ടാക്കുകയാണ്, ഫേക്ക് പോസ്റ്റർ എടുക്കുകയാണ്. അതുമാത്രമല്ല, അതിനെ തുടർന്ന് ദേശാഭിമാനിയുടെ തന്നെ പത്രത്തിൻ്റെ തന്നെ വേറൊരു പോസ്റ്റർ വന്നു. KT ജലീൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നത്. ദേശാഭിമാനിയുടെ ഖേദപ്രകടനം. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പോസ്റ്റർ ഉണ്ടാക്കിയ കൃത്യമായിട്ട് ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഷെരീഫ് സാഗർ എന്ന് പറഞ്ഞ ഈ ചന്ദ്രികയിലെ ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പണിയെടുക്കുന്ന ആളാണ്. അത് വലിയ രീതിയിൽ ഷെയർ ചെയ്ത ആരാണ്? ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച ആൾക്കാരൊന്നും നിസ്സാരന്മാരല്ല. അയാൾ ദാവൂദിൻ്റെ വെറും സഹോദരൻ മാത്രമല്ല. ഖാലിദ് മൂസ എന്ന് പറയുന്നത് ദാവൂദിൻ്റെ സഹോദരനായിട്ട് പരിമിതപ്പെടുത്തേണ്ട ഒരാളല്ല. അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നവരെ ഷൂറാംഗമാണെന്നാണ്. അദ്ദേഹമാണ് ഈ മാധ്യമം പത്രത്തിലെ തൊഴിൽ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ഷൂറ നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതനിരപേക്ഷ എല്ലാ ജാതിയിലും മതത്തിലും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളുടെ പൊതുപ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. വർഗപരമായി പണിയെടുക്കുന്ന ആളുകൾ, മുസ്ലിം ചുമട്ടുകാരുണ്ട്, ഹിന്ദു ചുമട്ടുകാരുണ്ട്, ഹിന്ദു ചുമട്ടുകാരിൽ തന്നെ ഈഴവ ചുമട്ടുകാരനുണ്ട്, നായർ ചുമട്ടുകാരനുണ്ട്, ധീവര എല്ലാ ആളുകളും മതത്തിനും ജാതിക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന സംഘടിതമായ ഒരു വർഗപ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. എങ്കിൽ പോലും സ്വരാജിനെതിരെ ലീഗിൻ്റെ ആരോപണം ഞാൻ പറയാം. അവർ പറയുന്നത് ഞങ്ങളെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളുകളെന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ സംഘാവ് എന്ന് വിളിക്കുമ്പോഴുള്ള പ്രശ്നം ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാരണം അതാണ്. രണ്ടാമതായിട്ട് സ്വരാജ് EWS കേരളത്തിൽ വന്ന സമയത്ത് അതിനെ പ്രതികൂലിക്കുകയോ ആ വിഷയത്തിലൊരു അഭിപ്രായമോ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയതായിട്ട് അവർ പറയുന്ന ലീഗിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ പറഞ്ഞപ്പോഴും ആ വിഷയത്തിൽ സ്വരാജിൻ്റെ നിലപാട് കണ്ടിട്ടില്ല, ഏറ്റവും പുതിയ കാലത്ത് കാണുന്നില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്ന ആരോപണങ്ങൾ. ഈ വിഷയങ്ങളിലൊക്കെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വരാജ്. CPM കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്, സ്വരാജും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനൊരു അസുഖം പോലെയാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അയാളുടേതായ ഒരു മനോരോഗ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അയാളുടെ ഭാഗത്തുണ്ടാകുന്നു. ആ പ്രതികരണം ഏറ്റവും ശക്തമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട്. സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അവിടെ മുസ്ലിങ്ങളുടെ ആധിപത്യം മൂലം മറ്റ് മതസ്ഥർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു നെറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഒന്നാണ്. അതിനെ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ്. ഇടതുപക്ഷം അല്ലെ യാതൊരു സംശയമില്ല. എല്ലാ വിഷയങ്ങളിലും ഇടതുപക്ഷം നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്നൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ സ്വരാജ് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം അത് CPM-ൻ്റെ ഒരു പൊസിഷനാണ്. അത് ആ സംവരണത്തെ സംബന്ധിച്ച CPM-ൻ്റെ പൊസിഷനെ നിങ്ങൾക്ക് വിമർശിക്കുക. അത് ഏതെങ്കിലും വ്യക്തിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നമല്ല. അത് CPM-ന് ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഈ സംവരണമൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടോ? റിസർവേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സിദ്ധാന്തം അനുസരിച്ച് അവർ അംഗീകരിക്കുന്നുണ്ടോ? ആകെ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രവ്യവസ്ഥ ഉണ്ടാക്കണം. ആ രാഷ്ട്രവ്യവസ്ഥക്കകത്ത് അവർ പറയുന്നവർ മാത്രമാണ് ഇസ്ലാം. പാകിസ്ഥാനിലെ മിസ്റ്റർ മൗദൂദി
ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇസ്ലാമിക ധ്രുവീകരണം ഉണ്ടാക്കാൻ അദ്ദേഹം അഹമ്മദിയർ മുസ്ലിങ്ങളല്ലെന്ന് പറഞ്ഞു. മുസ്ലിമിനെ അങ്ങനെ വംശീയമായിട്ട് തീരുമാനിക്കാവുന്ന കാര്യമാണോ? അഹമ്മദിയർ മുസ്ലിം മുസ്ലിം വംശത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദിയരെ കൂട്ടക്കൊല ചെയ്തു. ആ കൂട്ടക്കൊലയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ഇയാൾ, ഈ മൗദൂദി. അദ്ദേഹത്തെ ജസ്റ്റിസ് മുനീർ കമ്മീഷൻ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. മുനീർ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം നൽകിയ മറുപടി എന്താ? അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി, അവിടെ ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്താലൊന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അവരത് അനുഭവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് RSSകാർ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ഒരു തെറ്റും കാണാത്ത മനുഷ്യരാണ്. അപ്പോൾ അപരമതങ്ങളുടെ നിലനിൽപ്പ്, പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സംവരണങ്ങളിലുള്ള സംരക്ഷണം, ഈ കാര്യങ്ങളിലൊന്നും മൗദൂദിക്ക് നിലപാടില്ലല്ലോ. മൗദൂദിയൻ ദർശനമല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ ദർശനം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ, ഞാൻ പറഞ്ഞില്ല, 57 EMS സർക്കാർ നമ്മുടെ ദേശീയ തലത്തിൽ പിന്നോക്ക സംവരണം, SC/SC സംവരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നോക്ക സംവരണം വരുന്നതിന് മുമ്പ് 57 തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, മൈനോറിറ്റിയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവരണത്തെ, ജാതി പിന്നോക്കാവസ്ഥയെ കാണുന്നതിലൊക്കെ മറ്റു പല ആളുകളൊന്നും വ്യത്യസ്തമായ നിലപാടുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ പിന്നോക്ക സംവരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാരുടെ സംവരണം, ഭരണഘടനാപരമായ അതിനുവേണ്ടി അമെൻമെൻറ്റ് കൊണ്ടുവരാൻ നീക്കം നടത്തിയ ആരാണ്? റാവു സർക്കാരാണ്. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ എന്തിനു വന്നത്, അത് വന്നത്. അപ്പോൾ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയെ സാമ്പത്തികമായ സംവരണം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന് സാമൂഹ്യ ബന്ധങ്ങളിലാകെ മാറ്റം വരുത്തണമെന്നൊക്കെയുള്ളതാണ് മാർക്സിസ്റ്റ് നിലപാട്. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംവരണ പ്രശ്നം, അതിൽ തർക്കമുണ്ട്, ദളിത് സംഘടനകൾക്ക് തർക്കമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വരാജ് സംഘാവാണെന്നാണോ? സ്വരാജ് സംഘാവാണെന്നാണോ അതിൻ്റെ അർത്ഥം? ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സമുദായ സംരക്ഷണ മുന്നണി ഉണ്ടാക്കിയ ആൾക്കാരാണ് ആര്? സംവരണ മുന്നണി ഉണ്ടാക്കിയ ആൾക്കാരാണ് ആര്? ലീഗുകാർ. അവരൊന്നിച്ചായിരുന്നില്ലേ? അവർ വളരെ അടുത്ത ആൾക്കാരല്ലേ ലീഗുകാർ. അപ്പം ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ കടുത്ത, വളരെ ശക്തമായ സെക്കുലർ പൊസിഷനുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ RSS ആക്കി ചിത്രീകരിക്കുന്ന ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ കൃത്യമായ അജണ്ട ഇവരെയൊന്നും മുസ്ലിങ്ങളാരും വിശ്വസിക്കേണ്ട, ഇവരൊക്കെ RSS ആണ്, ഇവരൊക്കെ ഹിന്ദുത്വം. എന്നാൽ ഇവരോ ഇന്ദ്രേഷ് കുമാർ ഉൾപ്പെടെയുള്ള RSSൻ്റെ സമുന്നതരായ നേതാക്കൾ, മോഹൻ ഭാഗവത് നിയോഗിച്ച പ്രതിനിധികളുമായിട്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയ ആൾക്കാരല്ലേ ഇവർ. അതിനെക്കുറിച്ച് ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട്? ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പത്രങ്ങൾ ആ രഹസ്യ ചർച്ചയുടെ, ക്ലോസ് ഡോർ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴല്ലേ മാധ്യമം ഓൺലൈൻ വാർത്ത കൊടുത്തത്. അതുവരെ വരെ അങ്ങനെ ഒരു സംഭവം നടന്നു പറഞ്ഞല്ലോ. എന്തിനിവിടെ എളമക്കര സംസ്ഥാന അവരുടെ പ്രാന്തകാര്യാലയമാണല്ലോ RSSൻ്റെ, അവിടെ പോയിട്ട് ചർച്ച നടത്തിയല്ലേ ഇവിടുത്തെ ആൾക്കാർ. അതിനെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ? എന്തിനാ RSS ആയിട്ട് ഈ രഹസ്യബന്ധം? എന്താ അവർ പറയുന്നത്? RSS മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, RSSനെ പ്രേരിപ്പിക്കാനാണോ അവർ പോയത്? അപ്പം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലങ്ങളിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. ഇപ്പം മൊസാദിക് ഗവൺമെൻറ്റിനെ 1953 അട്ടിമറിച്ച CAA പണമിറക്കിക്കൊണ്ടുള്ള സമരത്തിൽ മുസ്ലിം ബ്രദർഹുഡുകാരെ എന്ത് നിലപാടെടുത്തു? അവർ CAAയുടെ കൂടെ ആയിരുന്നില്ലേ? ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മൊസാദിക് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇറാനിലെ ഓയിൽ കമ്പനികളൊക്കെ ദേശാൽക്കരിച്ചു. ആംഗ്ലോ ഇംഗ്ലീഷ് ഓയിൽ കമ്പനിയൊക്കെ, ബ്രിട്ടീഷ് കമ്പനിയൊക്കെ അവർ ദേശാൽക്കരിച്ചു. അങ്ങനെ ദേശാൽക്കരിച്ചപ്പോൾ അമേരിക്കക്ക് വലിയ പ്രശ്നമായി. ബ്രിട്ടീഷുകാരും അമേരിക്കയെ ആലോചിച്ചിട്ടാണ് CAA കൊണ്ട് ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് അട്ടിമറിച്ചത്. ആ അട്ടിമറി സമരത്തിൽ, ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ അട്ടിമറി സമരത്തിൽ രാജകുടുംബത്തോടൊപ്പം നിന്ന, CAAയോടൊപ്പം നിന്ന ആൾക്കാരാണ് ആര്? ഈ ജമാഅത്ത്, അവിടുത്തെ മുസ്ലിം ബ്രദർഹുഡ്. ഓരോ കാര്യം എടുത്ത് നോക്കിയാലും നമുക്കറിയാൻ പറ്റും.
79 ഖൊമേനി വിപ്ലവം നടന്നല്ലോ. ആ വിപ്ലവത്തെ തുടർന്ന് ഖൊമേനി അധികാരത്തിൽ വന്നു. ഖൊമേനി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കകത്ത് വലിയ ആലുകളൊക്കെ ഉണ്ടായി. ഇറാനിയൻ റൂട്ടിലുള്ള പല ആൾക്കാരും എന്താണ് കുറെ കൂടെ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ പ്രശ്നം വന്നു. ഈ അവരുടെ സോളിഡാരിറ്റി തുടങ്ങിയ സംഘടനകൾ, പിന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടന, ഇതിലൊക്കെ പ്രശ്നങ്ങൾ വന്നു. NDF-ൻ്റെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഖൊമേനി അധികാരത്തിൽ വന്നതിന് ശേഷം ഖൊമേനി കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടെടുത്തപ്പോൾ സാമ്പ്രായത്വം എന്താ ചെയ്ത്? സദാം ഹുസൈനെ പിടിച്ചു. ഇറാനെതിരായിട്ട് ഷിയ സുന്നി, കാരണം ഇയാൾ സുന്നി ഇസ്ലാമിൻ്റെ ആളാണല്ലോ സദാം ഹുസൈൻ, മറ്റേ ആൾ ഷിയ മുസ്ലിമിൻ്റെ ആളാണല്ലോ. അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങളെ ഷിയ സുന്നി രാഷ്ട്രങ്ങളാക്കിയിട്ട് തമ്മിലടിപ്പിച്ചു. മറുഭാഗത്ത് എന്താണ്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് സദാം ഹുസൈനെ കൊണ്ട് വലിയ രീതിയിൽ നിലപാട് സ്വീകരിപ്പിച്ചു. ഇറാനും ആയുധം വിറ്റു അമേരിക്ക, ഇറാഖിനും ആയുധം വിറ്റു. അതാണല്ലോ കുപ്രസിദ്ധമായ ഇറാൻ ഗേറ്റ് സംഭവം. അവർ ഇറാഖിനെയാണ് പിന്തുണക്കുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ എന്താണ്, ഇറാനും അവർ ആയുധം വിറ്റു. ഇറാഖിൻ്റെ മിസൈലുകളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇറാൻ എന്താണ് അതിനെ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കുക. അപ്പോഴാണ് അത് ഇറാൻ മിലിറ്ററി ഇൻ്റലിജൻസ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് അവരുപയോഗിക്കുന്ന ആയുധവും ഇവരുപയോഗിക്കുന്ന ആയുധവും എന്താണ് ഒരേ ക്യാമ്പിൽ നിന്ന് ഒരേ കമ്പനികൾ ഉണ്ടാക്കുന്നത്. സദാം ഹുസൈൻ 90കളാകുമ്പോഴേക്കും സദാം ഹുസൈൻ ഈ മറ്റേ ഒപ്പക് രാജ്യങ്ങളുണ്ട്, എണ്ണ കുഴിച്ചെടുത്ത് കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയുടെ നിലപാടെന്നുള്ള നിലക്ക് കുവൈറ്റ് നിയന്ത്രണരഹിതമായ എണ്ണ പമ്പ് ചെയ്യുന്നു. കുവൈറ്റിലെ എണ്ണ കമ്പനികളിൽ അമേരിക്കയുടേതാണ്. അത് നിയന്ത്രിക്കാൻ നോക്കി. അങ്ങനെയാണല്ലോ 91 ഗൾഫ് യുദ്ധം ഉണ്ടായത്. ആ ഗൾഫ് യുദ്ധത്തിൽ മാധ്യമം എടുത്ത നിലപാടെന്താ, നമ്മളത് പരിശോധിക്കണമല്ലോ. ലോകം മുഴുവൻ സദാം ഹുസൈന് ഇറാഖിന് അനുകൂലമായി വന്നതിന് ശേഷം മാത്രമാണ് മാധ്യമം, പത്രം, ജമാഅത്ത് ഇസ്ലാമി ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിൻ്റെ പക്ഷം പിടിച്ചത്. അവരാദ്യം എന്താണ്, സദാം ഹുസൈനാണ്, CIAയുടെ നിലപാടായിരുന്നു, അമേരിക്കയുടെ നിലപാടായിരുന്നു, സദാം ഹുസൈനാണ് കുഴപ്പം, അയാൾ കയറിയിട്ട് കുവൈറ്റ് സിറ്റി ആക്രമിച്ചതാണ് പ്രശ്നം എന്നല്ലേ പറഞ്ഞത്. മാധ്യമം, പത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ലൈബ്രറി തന്നെ ഉണ്ടാവുമല്ലോ. യുദ്ധം ആരംഭിച്ചപ്പോൾ, ഓപ്പറേഷൻ ഡിസേർട്ട് ആരംഭിച്ചപ്പോൾ എന്ത് നിലപാടാണ് എടുത്തത്? സദാം ഹുസൈനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അവർ. അമേരിക്കയുടെ താല്പര്യം. പക്ഷേ അവരെന്താണ്, കേരളത്തിൽ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. EMSൻ്റെ മുതലക്കുളം പ്രസംഗം കേരളമാകെ എന്താണ്, കേരളമാകെ ബാഗ്ദാദ് ആവുകയാണ്. ബാഗ്ദാദിൽ സദാം യുദ്ധം ചെയ്യുമ്പോൾ കേരളത്തിൽ ഓരോ തെരുവിലും സദാം ഹുസൈന് പിന്നെ അമേരിക്കയെ നിലക്ക് നിർത്തുന്ന ഒരു നേതാവെന്ന നിലക്ക്, ഒരു രാഷ്ട്രത്തലവനെന്ന നിലക്ക് സദാം ഹുസൈനെ ഓരോ മലയാളിയും നെഞ്ചിലേറ്റി. ഇവിടെ ബസ് സ്റ്റോപ്പുകളുണ്ടായി, ഇവിടെ കലാസമിതികൾ, സദാം ഹുസൈൻ നഗറുകളുണ്ടായി പല സ്ഥലത്തും. നമ്മളൊന്നും പറയാതെ തന്നെ ആളുകൾ സദാം ഹുസൈൻ്റെ ഇതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധതയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടെന്തായിരുന്നു, അവർ അവസരവാദപരമായിട്ട് പിന്മാറിയതാണ്. പിന്നെ വളരെ വൈകിയ ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എല്ലാ കാലത്തും അമേരിക്കയുടെ അസ്ഥിരീകരണ ബാൾക്കനൈസേഷൻ അജണ്ടയായി ബന്ധപ്പെട്ടുള്ളത്, അവരുടെ എണ്ണ താല്പര്യമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പം ഈ എണ്ണ പണം ഇവിടെ പല സംഘടനകളും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, യൂറോപ്പിൽ നിന്ന് പാശ്ചാത്യ മുതലാളിത്ത ക്യാമ്പുകളിലെ ഫൗണ്ടേഷനുകളൊക്കെ ഇഷ്ടംപോലെ പണം കൊടുക്കുന്നുണ്ട്. മറുഭാഗത്ത് എന്താണ്, ഈ പെട്രോൾ ഡോളറും ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനം അവർ നടക്കുന്നത്? ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ ദേശീയ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് RSS നടത്തുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ന്യൂനപക്ഷ തീവ്രവാദ വർഗീയ സംഘടനകൾ, മതരാഷ്ട്ര സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ RSSന് മോഹൻ ഭഗവത്തിനെയൊക്കെ പോയി അവർ കാണുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം ഫണ്ടിങ് ചാനലുകൾ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ റിലീജിയസ് ഫ്രീഡം ആൻഡ് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പോവുകയാണ്. ഇവരാരാ അയക്കുന്നത് അവിടത്തേക്ക്? അതാണ് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക്, ഇവിടെയുള്ള ഒരു ജമായത്ത് അനുഭാവിക്ക് വാഷിങ്ടൺ സിറ്റിയിൽ നടക്കുന്ന ഒരു സെമിനാറിൽ എങ്ങനെയാണ് പ്രാതിനിധ്യം കിട്ടുന്നത്? എങ്ങനെയാണ് അവർക്ക് പ്രവേശനം കിട്ടുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അമേരിക്ക ലോകത്തെമ്പാടും തങ്ങളുടെ പ്രത്യയശാസ്ത്ര വിന്യാസത്തിനായിട്ട് രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്.
അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ സംഘടനകളെ ഉപയോഗിക്കും. കേരളത്തിൽ ഇടതുപക്ഷം മൂലധന ശക്തികൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയെ ഇല്ലാതാക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം, അസ്ഥിരീകരിക്കണം. അതിന് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനക്കകത്ത് എളുപ്പം കഴിയുക എന്താണ്? ഒരു ഭാഗത്ത് RSSകാർ പറയുക ഇവർ മുസ്ലിം സുഡാപ്പികളെ ആളുകളാണ്. യോഗി ആദിത്യനാഥൊക്കെ ഇവിടെ വന്നിട്ട് ഇത് എന്താണ് ജിഹാദികളുടെ നാടാണെന്നാണ് പറഞ്ഞത്. മറുഭാഗത്ത് എന്ത് പറയുക? ഇവർ മുസ്ലിം വിരുദ്ധരാണ്, ഇസ്ലാമോഫോബിക്കാണ്. ഈ രണ്ട് വാദങ്ങളും ഒരേ മൂലധന കേന്ദ്രമൊഴുക്കുന്ന പണത്തിൻ്റെ ഫണ്ടിൻ്റെ ഫ്ലോയിലാണ് രൂപപ്പെട്ടു വരുന്നത്. ചരിത്രം ഇതിനൊക്കെ ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ ഭീകരമായി അടിച്ചമർത്തപ്പെട്ടേക്കാം. ഇന്നത്തെ ഒരു ലോക വ്യവസ്ഥക്കകത്ത് തീവ്ര വലതുപക്ഷത്തിൻ്റെയും കോർപ്പറേറ്റ് ഭരണകൂട വാഴ്ചയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടേക്കാം. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ എന്ത് ചെയ്യണമെന്നാണ് ഗീബൽസ് പറഞ്ഞത്? ഗീബൽസ് പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരെയും പത്രാധിപന്മാരെയും ഒക്കെ വിളിച്ചു. ഈ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തണം, ജൂതരെ ഇല്ലാതാക്കണം. എന്ത് ചെയ്യണം? അവരെ ജനങ്ങൾ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം. അപ്പം ജനങ്ങൾ അവരെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ അവർ മോശമൊന്നും ജനങ്ങൾക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് വന്നപ്പോൾ ഗീബൽസ് തൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരോടും പത്രാധിപന്മാരോടും പറഞ്ഞ എന്താണ്? അവരെക്കുറിച്ച് വലിയ നുണകൾ പറയണം, ചെറിയ നുണകൾ പറയരുത്. സ്വരാജ് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ടില്ല എന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. എന്താണ്? സ്വരാജ് വലിയ നുണകൾ തന്നെ പറയണം. എന്താ വലിയ നുണ? പ്രതീഷ് വിശ്വനാഥൻ സ്വരാജിനെ വന്ന് കണ്ടത് അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ സൗഹാർദ്ദത്തിൻ്റെ പേരിലാണ് എന്ന സ്വരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേക്കായിട്ട് പോസ്റ്ററായിട്ട് ഉണ്ടാക്കുക. അതൊരു വലിയ നുണയാണ്. വലിയ നുണകൾ പറയണം കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്. ആ വലിയ നുണകൾ പറയുകയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഇവിടുത്തെ ഹിന്ദുത്വവാദികളും. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വലിയ നുണകൾ പറയുകയാണ്. ആ വലിയ നുണകളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ അസ്തിത്വത്തെ, ജനങ്ങളുടെ താല്പര്യങ്ങൾ, ജനങ്ങളുടെ ജീവിതാവകാശങ്ങൾ, ജനങ്ങളുടെ ജീവനോപാധികൾ ഇതെല്ലാം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. പിണറായി വിജയനെ ഇങ്ങനെ മുണ്ടെടുത്ത മോടിയൊക്കെ ആക്കുന്നത് എന്താണ്? അയാൾ കോർപ്പറേറ്റ് മൂലധനത്തിനെതിരായിട്ട് ആരോഗ്യ ചികിത്സാ രംഗത്തെ ശക്തിപ്പെടുത്തി, വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തി, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാക്കി. അതൊക്കെ തന്നെ എന്താണ് ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ ഈ നിയോ ലിബറലിസത്തിന്, ഈ കോർപ്പറേറ്റ് മൂലധന വാഴ്ചക്ക്, ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിന് ബദലുണ്ട് എന്ന് വന്നിരിക്കുക. ആ ബദലിനെ ഇല്ലാതാക്കണം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മൂലധനത്തിന്, ആഗോളവൽക്കരണത്തിന്, സാമ്പ്രായത്വത്തിന് ബദലില്ല എന്നുള്ളതാണ് ഈ സാമ്പ്രായത്വവാദികളുടെ പ്രത്യയശാസ്ത്രം, നിയോ ലിബറലിസ്റ്റുകളുടെ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് മൂർത്തമായ പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിൽ മറുപടി പറയുകയാണ് കേരളം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ എങ്ങനെയെങ്കിലും അടിച്ചില്ല. അതിനിയൊരു ഭരണ തുടർച്ച ഉണ്ടാവരുത്. ഇപ്പോൾ എന്താണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മെയ് 4 റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? ആരാണ് മുഖ്യമന്ത്രി എന്ന് അപ്പം നമ്മളൊക്കെ അറിയാതെ ആ ചർച്ചയിൽ പിന്നെ ഇയാളാവട്ടെ രമേശ് ചെന്നിത്തല അല്ലേ, മറ്റേക്കാൾ ആളേക്കാൾ നല്ലത് അല്ലെ സതീശനല്ലേ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത്, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ. ഇതൊക്കെ തന്നെ എന്താണ്? ഇതൊക്കെ നിരുദ്രവകരമായ ഒരു കാര്യമല്ല. ഇതൊക്കെ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഒരു ജന്മസ്വഭാവമായിട്ടുള്ള ഈ അധികാരക്കൊതി മൂലമുള്ള, ഈ ദുരാഗ്രഹം മൂലമുള്ള കിടമത്സരങ്ങളുമല്ല. ഇതിനൊക്കെ എന്തുണ്ട്? ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലത്തിലൊരു വലിയ സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം, അവരുടെ അന്ത്യനാൾ ഇതാ എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാലും എന്താണ്, ഈ ശക്തികൾ അടങ്ങി നിൽക്കുന്നു ആരും കാണണ്ട. ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ 10 വർഷത്തേക്കാൾ ഭീകര നുണപ്രചരണങ്ങൾ മാത്രമല്ല, ഈ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നേരിട്ടിടപെട്ടുകൊണ്ടുള്ള കുത്തിത്തിരിപ്പുകൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, കലാപങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനവർക്ക് ആവശ്യം ഇടതുപക്ഷത്തിൽ മതത്തിനും ജാതിക്കൊക്കെ അതീതമായി ആളുകൾ അണിനിരന്നിരിക്കുന്നു. കേരളീയ സമൂഹം മതത്തിനും ജാതിക്കൊക്കെ അതീതമായ ഒരു സാമൂഹ്യ ഘടന, ഒരു സോഷ്യൽ ഫാബ്രിക്കാണ്. ആ സോഷ്യൽ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണ്? ഈ സോഷ്യൽ ഫാബ്രിക്കിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അടിസ്ഥാനമായി നിൽക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം, ഇടതുപക്ഷത്തെ തകർക്കണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്കളുടെ വലിയ സമയത്തിന് നന്ദി. ഓക്കെ.
വരും.